ശബരിമലയിൽ തീർത്ഥാടകരുടെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇന്നലെ മാത്രം 1 ലക്ഷത്തിൽ കൂടുതൽ അയ്യപ്പന്മാരാണ് മല കയറിയത്. സന്നിധാനം മുതൽ നീലിമല വരെ തീർത്ഥാടകരുടെ ക്യൂ നീളുന്നുണ്ട്. ശ്യാം സുന്ദർ ചേരുന്നു നമുക്കൊപ്പം. ശ്യാം, ഇന്നിപ്പോ ഈ അവധി ദിനങ്ങളാണ് ഈ വന്നിരിക്കുന്നതെല്ലാം. ഇപ്പോൾ ക്രിസ്മസ് അവധിയാണ്, ഇനിയിപ്പോൾ ന്യൂ ഇയർ അവധി ദിനങ്ങളൊക്കെ വരുന്നു. അപ്പോൾ തിരക്ക് ഇനിയും എന്തായാലും കൂടി തന്നെ വരുമായിരിക്കും. ഇന്നത്തെ സ്ഥിതി എങ്ങനെയാണ്? തിരക്ക് അനിയന്ത്രിതമാണോ? എന്താണ് അവസ്ഥ? സേതു, വൻ തിരക്ക് തന്നെയാണ് ഇന്ന് രാവിലെ മുതൽ ശബരിമലയിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ നമുക്കറിയാം, ഇന്നലെ ഞായറാഴ്ചയായിരുന്നു, അവധി ദിനമായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ തിരക്ക് ഇന്നലെ അനുഭവപ്പെട്ടിരുന്നു. ഇന്നലെ റെക്കോർഡ് അയ്യപ്പന്മാരാണ് ഇന്നലെ 18-ാം പടി ചവിട്ടിയത്. ഇന്നലെ ഏകദേശം 1,969,000 പേരാണ് ഇന്നലെ 18-ാം പടി ചവിട്ടിയത്. ഇത് ഈ മണ്ഡലകാല സീസൺ തുടങ്ങിയതിന് ശേഷം ഇത് ആദ്യമായാണ് ഇത്രയും പേർ 18-ാം പടി ചവിട്ടുന്നത്. ഇന്നും അതിന് സമാനമായ തന്നെ തിരക്കുണ്ട്, അതിൽ കൂടുതൽ തിരക്കുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. 15 മണിക്കൂർ, ഏകദേശം 15 മണിക്കൂറോളം തീർത്ഥാടകർ കാത്തു നിന്നതിന് ശേഷമാണ് മുകളിലേക്ക് കയറ്റി വിടുന്നത്. നിയന്ത്രണം വൻ ശക്തമായി തന്നെ നിയന്ത്രണം തുടരുന്നുണ്ട്. സന്നിധാനം മുതൽ നീലിമല വരെയാണ് ഇപ്പോൾ ക്യൂ നീളുന്നതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. നീലിമലയിൽ നിന്നും താഴെ പൻബ മുതൽ തന്നെ നിയന്ത്രണങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഘട്ടം ഘട്ടമായി, മണിക്കൂറുകൾ ഇടവിട്ട് ഘട്ടം ഘട്ടമായാണ് ഇപ്പോൾ അയ്യപ്പന്മാരെ മുകളിലേക്ക് കയറ്റി വിടുന്നത്. നിയന്ത്രണങ്ങൾ അതിശക്തമാണെങ്കിലും തിരക്ക് നിയന്ത്രണ വിധേയമാണെന്നാണ് നമ്മളെ പോലീസ് അറിയിക്കുന്നത്. നിയന്ത്രിക്കാൻ പറ്റുന്ന തിരക്ക് മാത്രമേ നമുക്ക് വരുന്നുള്ളൂ എന്നതാണ് പോലീസ് പറയുന്നത്. ഇത് തുടർച്ചയായ അവധി ദിവസങ്ങൾ വരുന്നതും ക്യൂവും കാര്യങ്ങളും ഒക്കെ നമ്മൾ കണ്ടതാണ്. അത് വാർത്തകളിൽ വരികയും വലിയ രീതിയിൽ ചർച്ചയാവുകയും ഒക്കെ ശരിയാണ്. ഇപ്പോഴത്തെ വീണ്ടും സമാനമായ രീതിയിൽ അല്ലെങ്കിൽ കൂടി അത്തരമൊരു സാഹചര്യത്തിലേക്ക് കടക്കുന്നു. കാരണം 12 മണിക്കൂറൊക്കെ ക്യൂ എന്ന് പറയുമ്പോൾ അത് ഈ നേരത്തെയൊക്കെ ഉള്ളതുപോലെയുള്ള ഒരു സാഹചര്യം വിളിച്ചു വരുത്തുകയാണോ? തിരക്ക്, ഈ പോലീസ് വിന്യാസം എത്രത്തോളമാണ്? സിധു, 15 മണിക്കൂർ, ഏകദേശം 15 മണിക്കൂറോളം ക്യൂ ഉണ്ടെന്നാണ് നമ്മൾ അറിയുന്നത്. എന്നാലും പോലീസ് പറയുന്നത് തിരക്ക് നിയന്ത്രണ വിധേയമാണ് എന്നാണ് പോലീസ് ഇപ്പോഴും പറയുന്നത്. കാരണം നാളെയാണ് തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധനയും തങ്കയങ്കി ഘോഷയാത്ര സന്നിധാനത്ത് എത്തിച്ചേരുന്നത്. തൊട്ടടുത്ത ദിവസം 27-ാം തീയതി മണ്ഡലപൂജ ഉണ്ട്. മണ്ഡലപൂജ ആരംഭിക്കുകയാണ്. അപ്പോൾ മണ്ഡലപൂജയ്ക്ക് ശേഷം നടയടയ്ക്കും. അപ്പോൾ അതിന് മുന്നോടിയായി എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വർദ്ധിച്ചു വരുന്ന തിരക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നതാണ് എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. ഒരു അപകട സാധ്യതയിലേക്കോ ഒരു തിക്കും തിരക്കിലേക്കോ പോകേണ്ട കാര്യമില്ല എന്നതാണ് ഇപ്പോൾ പറയുന്നത്. താഴെയുള്ള ഇടത്താവളങ്ങളിലെല്ലാം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മണിക്കൂറുകൾ, ഏകദേശം 1 മണിക്കൂറും 2 മണിക്കൂറും കൂടുമ്പോഴാണ് അയ്യപ്പന്മാരെ മുകളിലേക്ക് കയറ്റി വിടുന്നത്. തിരക്ക് ഇതിൽ കുറച്ചുകൂടെ കൂടിയാലും നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും എന്നതാണ് നമ്മളുടെ ഇപ്പോഴത്തെ വിശ്വാസം. സേതു, ശ്യാമ, ഒപ്പം തന്നെ ഈ പാർക്കിംഗ് സംബന്ധിച്ചുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിലയ്ക്കലിലെ പാർക്കിംഗ് അടക്കം ചർച്ചയായതായിരുന്നല്ലോ. ഒന്നുകൂടെ ആവർത്തിക്കാമോ ചോദ്യം? ശ്യാം, ഞാൻ ചോദിച്ചത് ഈ പാർക്കിംഗ് കാര്യങ്ങളായിരുന്നു. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ നിലയ്ക്കലിലെ പാർക്കിംഗ് ഒക്കെ വലിയ രീതിയിൽ ചർച്ചയായിരുന്ന കാര്യമാണല്ലോ. അപ്പോൾ ഈ പാർക്കിംഗ് ഒക്കെ ഇപ്പോൾ സുഗമമായി നടക്കുകയാണോ? അതാണോ ഈ തിരക്ക് വർദ്ധിക്കാനുള്ള ഒരു കാരണം? സേതു, പാർക്കിംഗ് എന്ന് പറയുന്നത് താഴെ പാർക്കിങ്ങിൽ വലിയ നിയന്ത്രണം തന്നെയുണ്ട്. വാഹനങ്ങളെ നിലയ്ക്കലിലും പമ്പയിലുമെല്ലാം വാഹനങ്ങൾ നിയന്ത്രിക്കുന്നുണ്ട്. വാഹനങ്ങൾ നിയന്ത്രിക്കുന്നതും തിരക്ക് വർദ്ധിക്കാൻ വലിയൊരു കാരണമായിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം വാഹനങ്ങളുടെ അനിയന്ത്രിതമായ വരവ് തന്നെ നമുക്ക് പാർക്കിങ്ങിലും മറ്റ് സൗകര്യങ്ങളിലെല്ലാം വലിയ ബുദ്ധിമുട്ട് ഏർപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ആവശ്യമായ പാർക്കിംഗ് സൗകര്യങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോൾ വിവരം ലഭിക്കുന്നത്. കുറച്ചുകൂടെ കൂടുതൽ ആളുകൾ എത്തിയാലും നമുക്ക് സാഹചര്യം നിയന്ത്രണ വിധേയമായി കൊണ്ടുപോകാൻ തക്ക പാകത്തിന് പാർക്കിംഗ് നമുക്ക് ലഭ്യമാണെന്നാണ് നമ്മൾ അറിയുന്നത്. കൂടുതൽ തിരക്ക് ഇനിയും വർദ്ധിക്കും. തീർച്ചയായും തന്നെ നാളെയും മറ്റന്നാളും കൂടുതൽ തിരക്ക് വർദ്ധിക്കാൻ തന്നെയാണ് പോകുന്നത്. അതിനായുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ടെന്നാണ് നമ്മൾ അധികൃതർ അറിയിക്കുന്നത് നമ്മളെ. അതിനാൽ തന്നെ സ്ഥിതി നിയന്ത്രണ വിധേയമാണ്. എന്നാലും തിരക്ക് വൻതോതിൽ വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ഇപ്പോൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ സാഹചര്യങ്ങളെല്ലാം വിലയിരുത്തി വരികയാണ് അധികൃതർ. ശരി ശ്യാമൻ.